നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് കോഷ്യൻറ്റ്. ഈ ഡിവിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 6ൽ 5 ഉണ്ട്. 6ൽ 5 ഉണ്ട്. എത്ര ടൈംസ്? 1 5 5. 2 5 10 വരിക. 10 ഇവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 5 5 മൈനസ് ചെയ്ത് അപ്പോൾ 1 നെക്സ്റ്റ് ഡിജിറ്റ് ഇറക്കിയിട്ട് 12. 12ൽ 5 ഉണ്ടോ? ഉണ്ട്. എത്ര ടൈംസ്? 5 2s 10. 3s വരുമ്പോൾ കൂടി വരും. 10 മൈനസ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇത് മൈനസ് ചെയ്യുമ്പോൾ അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ട് 23. 23ൽ 5 4 ടൈംസ് 4 5s 20. ഇതാ ബാക്കി ബാലൻസ് റിമൈൻഡർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നോക്കുക, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ 1 2 4 കോഷ്യൻ്റ് കിട്ടി, 3 ബാക്കി റിമൈൻഡർ കിട്ടി. കോഷ്യൻ്റ് റിമൈൻഡർ, കോഷ്യൻ്റ് റിമൈൻഡർ, ഡിവിഡൻറ്റ് ഡിവൈസർ, ഡിവിഡൻറ്റ് ഡിവൈസർ, കോഷ്യൻ്റ് റിമൈൻഡർ. ഒന്നുകൂടെ പറയാം, ഡിവിഡൻറ്റ് ഡിവൈസർ, കോഷ്യൻ്റ് റിമൈൻഡർ. അപ്പം നമുക്ക് കോഷ്യൻ്റ് കിട്ടി, റിമൈൻഡറും കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ കോഷ്യൻ്റ് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഇത് കറക്റ്റാണോ എന്ന്. അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ, കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ. ഇതാണ് നമ്മുടെ കോഷ്യൻ്റ്, കോഷ്യൻ്റ് ആൻസർ കോഷ്യൻ്റ് ഇൻറ്റു കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ. 124 ഇൻറ്റു 5, 124 ഇൻറ്റു 5. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 5 ഇൻറ്റു 4 20, 0 2 ബാലൻസ്, 5 2s 10, 10 2 2 12, 2 1 ബാലൻസ്, 1 5 5 6. നമുക്ക് ഇൻറ്റു ചെയ്യാനായിട്ട് അറിയുന്നതാണ്. അതായത് 124 കോഷ്യൻ്റ് ഇൻറ്റു ഇത് ഡിവൈസർ. 124 ഇൻറ്റു 5, 124 ഇൻറ്റു 5 ചെയ്തപ്പോൾ 620 എന്ന് കിട്ടി. അപ്പോൾ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് ഇതിൻ്റെ കൂടെ പ്ലസ് റിമൈൻഡർ, റിമൈൻഡർ പ്ലസ് ചെയ്യാം. അപ്പോൾ 623 എന്ന് കിട്ടി. ഇതാ ആ 623 ആണ് 623. അതായത് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാൻ കോഷ്യൻ്റും ഡിവൈസറും കൂടെ ഇൻറ്റു ചെയ്യാം. ആ ആൻസറിൻ്റെ കൂടെ ഈ റിമൈൻഡർ പ്ലസ് ചെയ്യാം. ഇവിടെ ഇൻറ്റു, ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്യാം. കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ, കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈ ഡിവിഡൻറ്റ് കിട്ടണം. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് ബാക്കി വന്നത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. ഇത് കിട്ടിയാൽ നമ്മൾ ഈ ചെയ്ത ഡിവിഷൻ കറക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഡിവൈഡ്, ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യണം. ദെൻ ചെക്ക് യുവർ ആൻസർ. ഡിവൈഡ് ചെയ്തിട്ട് ഈ ആൻസർ ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ. നമ്മൾ ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് ആ കോഷ്യൻ്റ് ഇതും കൂടി ഇൻറ്റു ചെയ്യുക. അതിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്യുക, റിമൈൻഡർ. ചിലപ്പോൾ റിമൈൻഡർ 0 ആവും. 0 ആകുമ്പോൾ ഈ കിട്ടിയത് തന്നെയായിരിക്കും. ഇതിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യണ്ട. നമ്പർ ആണെങ്കിൽ ആ നമ്പർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടണം. ഇത് കറക്റ്റായിട്ട് കിട്ടണം. ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് അതിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടിയാൽ, ഈ ഡിവിഡൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിവിഷൻ കറക്റ്റാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ നമ്പറാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത ഡിവിഷൻ റോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഡിവൈഡ് ആൻഡ് ചെക്ക് യുവർ ആൻസർ. അപ്പം ചെക്ക് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ചെക്ക് ചെയ്യാൻ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ, കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഡിവിഡൻറ്റ് കിട്ടണം. സോ കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു ഡിവിഡൻറ്റ്. ഇവിടെ നോക്കുക, 124 ഇൻറ്റു 5
124 ഇൻറ്റു 5 അതിൻ്റെ ആൻസർ 620 എന്ന് കിട്ടി. +3 റിമൈൻഡർ +3 623 തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്, നമ്മൾ ചെയ്ത ഡിവിഷൻ കറക്റ്റാണ്.